കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ. സംസ്ഥാനത്ത് വധശിക്ഷ ലഭിച്ച രണ്ടാമത്തെ വനിത. കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. ഇത് ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം. കാരണം വളരെ ലളിതമാണ്. നമ്മുടെ നിയമമല്ലേ, അത്ര തന്നെ. കേരളത്തിൽ എത്ര ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തവർ പോലും ഇന്ന് സുഖമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ജയിൽ മോചിതരായി പുറത്ത് സുഖജീവിതം നയിക്കുന്നു. പലരും ഇന്ന് വിധിക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിധി കേൾക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കൊലപാതകങ്ങളിൽ ഒന്നായി ഇതും മാറി. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി മാറി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചു. വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതി അവളോടൊരു കാര്യം പറഞ്ഞു. സ്നേഹത്തോടുകൂടി വിളിച്ചു വരുത്തി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ട് ആനന്ദം അനുഭവിച്ചതിന് ശേഷം കൊല്ലാൻ വേണ്ടി വിഷം കലർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര വൃത്തികെട്ടവളാണ് നീയെന്ന് കോടതി അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷെ അവൾക്ക് യാതൊരു കൂസലുമില്ല, യാതൊരു കുലുക്കവുമില്ല. അതുകൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വധശിക്ഷ കോടതി വിധിച്ചത്. തീർച്ചയായും ഈയൊരു വിധി കേട്ട് ഷാരോണിന്റെ ആത്മാവ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും. കാരണം അവസാന നിമിഷം വരെയും അവളെ കാത്ത് സംരക്ഷിച്ച് അവൾക്ക് ഒരാപത്തും വരാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. എന്നാൽ അതേ അവൾ തന്നെയാണ് തൻ്റെ ജീവൻ എടുത്തത് എന്ന് ഷാരോൺ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഷാരോണിന്റെ ആത്മാവ് അറിയുമ്പോൾ എങ്ങനെ പൊട്ടിക്കരയാതിരിക്കും? തീർച്ചയായും പോലീസിയുടെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. എന്നാൽ പോലീസിനേക്കാൾ, പ്രോസിക്യൂഷനേക്കാൾ ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് കയ്യടി കൊടുക്കേണ്ടത് ഷാരോൺ രാജിന്റെ സഹോദരനായ ഷിമോൻ രാജ് എന്ന ആയുർവേദ ഡോക്ടർക്കാണ്. സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ആദ്യം മുതൽ കഠിന പ്രയത്നം നടത്തിയ ആളാണ് ഈ ഒരു ഷിമോൻ രാജ്. കാരണം ഷിമോൻ രാജ് ഒരു ആയുർവേദ ഡോക്ടർ കൂടെ ആയതുകൊണ്ട് തൻ്റെ സഹോദരൻ കഴിച്ചിരിക്കുന്നത് വിഷമാണ് എന്ന് തുടക്കം മുതലേ അയാൾക്ക് സംശയം തോന്നി. എന്ത് കഴിച്ചു എന്നുള്ളത് മനസ്സിലാകാതെ ചികിത്സ നടത്താൻ സാധിക്കില്ലല്ലോ. ആശുപത്രികളിൽ പരിശോധന നടത്തിയപ്പോഴും യഥാർത്ഥത്തിൽ ഉള്ളിൽ ചെന്നത് എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഷാരോൺ രാജ് ഒരിക്കൽ പോലും തൻ്റെ കാമുകിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടി സംഭവിച്ചത് കൃത്യമായി പറഞ്ഞതുമില്ല. ഗ്രീഷ്മയെ സംശയിച്ചിരുന്നെങ്കിൽ, ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീഷ്മയിലേക്ക് അന്വേഷണം എത്തിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് സത്യം പറയുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഷാരോൺ ബോധപൂർവം മറച്ചുവെച്ചു. എന്നാൽ ഷിമോൻ രാജ് അത് വൈദ്യപൂർവ്വം കണ്ടെത്തി. കൃത്യമായി ഷിമോൻ രാജിന് അറിയാമായിരുന്നു ഇവിടെ ഗ്രീഷ്മയുടെ കറുത്ത കൈകളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഈ കഴിച്ച കഷായത്തെക്കുറിച്ചും അതിൻ്റെ കുപ്പിയെക്കുറിച്ചും കുപ്പിയുടെ അടപ്പിനെക്കുറിച്ചും ഒക്കെ കൃത്യമായി ഷിമോൻ രാജ് അവളോട് വീണ്ടും ചോദിച്ചു. ഉത്തരം പറയാതെ, അല്ലെങ്കിൽ ഉത്തരം മുട്ടി പഠിച്ച കള്ളിയായ ഗ്രീഷ്മ ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. മരുന്ന് വാങ്ങിയ ഫാർമസിയെക്കുറിച്ചും നൽകിയ ഡോക്ടറെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ഗ്രീഷ്മ വെള്ളം കുടിച്ചെങ്കിലും അവൾ ഒന്നും തുറന്ന് പറയാതെ എല്ലാവരെയും കുഴപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പല കാര്യങ്ങൾ അവൾ ഒളിപ്പിച്ചു വെച്ചു. രക്ഷപ്പെടാനായി അവൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഷിമോൻ രാജും ഗ്രീഷ്മയും സംസാരിക്കുന്ന, ഫോൺ കോളിൽ സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ നിങ്ങൾ ഈ ഒരു കേസിന്റെ പ്രാരംഭകാലത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഗ്രീഷ്മ ഈ ജയിലിലാകുമ്പോൾ, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പോലീസിന് കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കേണ്ടത് ഷിമോൻ രാജിനാണ്. അന്ന് ഷിമോൻ രാജ് ഗ്രീഷ്മയെ കുടുക്കിയ ആ ഒരു ഓഡിയോ സംഭാഷണം അത് നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്കത് കേൾക്കാം. ഇനി ഈ ഒരു കേസിലെ വധശിക്ഷയെക്കുറിച്ചുള്ള കാര്യം, സാധാരണ തൂക്കുകയർ പരമാവധി ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്, ജീവപര്യന്തമാണ് കൊലപാതക കേസിലെ ശിക്ഷ എന്ന്. എന്നാൽ തൂക്കുകയർ കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. നിയമം ഉണ്ടാക്കിയപ്പോഴേ തൂക്കുകയറിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പിന്നീട് മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഈ ലോകമെമ്പാടും പല ചർച്ചകൾ നടന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ തൂക്കുകയർ അവസാനിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന വധശിക്ഷ അവസാനിപ്പിച്ചപ്പോഴും ഇന്ത്യയിൽ അത് തുടർന്നു. വധശിക്ഷ നിലനിന്നു. പക്ഷേ അത്യപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ വധശിക്ഷ വിധിക്കാവൂ എന്നതാണ് സുപ്രീം കോടതിയുടെ പോളിസി. അത്തരം ഒരു അത്യപൂർവമായ സാഹചര്യം ഈ ഒരു കേസിൽ ഉണ്ടോ എന്നുള്ള പല ചോദ്യങ്ങൾ ഗ്രീഷ്മയെ അനുകൂലിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കേസിലെ വിധി പറഞ്ഞ നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ ജഡ്ജ് ബഷീർ
കൃത്യമായി അതിനുള്ള ഉത്തരവും നൽകി. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ഇത്തരം കേസുകൾക്ക് നൽകാൻ വേണ്ടിയാണ് വധശിക്ഷ എന്ന ശിക്ഷാവിധിയുള്ളത് എന്ന്. അതുകൊണ്ട് പിശാചിന്റെ ജന്മമായി തീർന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറല്ലാതെ മറ്റൊന്നും പാടില്ല. അങ്ങനെ തൂക്കുകയർ വിധിച്ചു. ഈ ഒരു കേസിലെ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മൽ കുമാറിന് 3 വർഷത്തെ തടവാണ് വിധിച്ചത്. ഇപ്പോൾ പലർക്കും ഒരു സംശയം വരാം, എന്തുകൊണ്ട് ഈ ഒരു വിധിയിൽ ഇത്ര വ്യത്യാസമെന്ന്. വാസ്തവത്തിൽ ഈ ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ല. മറ്റാർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നില്ല. എന്നാൽ കൊലപാതകം സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഷാരോണിനെ കൊല്ലാനായി കഷായത്തിൽ വിഷം കലർത്തിയതിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനും പ്രതിയെ രക്ഷിക്കുന്നതിനും ഈ അമ്മാവൻ സഹായിച്ചിട്ടുണ്ട്. അവളുടെ അമ്മയ്ക്ക് അങ്ങനെയുള്ള പങ്ക് പോലും ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതി അമ്മയെ വെറുതെ വിട്ടു. പക്ഷെ അവളുടെ അമ്മാവൻ സഹായിച്ചിരുന്നു. അമ്മാവനാണ് ഈ വിഷക്കുപ്പി കൊണ്ട് മറച്ചു വെച്ച് അങ്ങനെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇവിടെ ഗൂഢാലോചനയിലും പങ്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, കൊലപാതക ആസൂത്രണത്തിലും ഏതെങ്കിലും രീതിയിലുള്ള പങ്ക് വഹിച്ചിരുന്നെങ്കിലും ഈ ഒരു ശിക്ഷ വലുതാകുമായിരുന്നു. ഇവിടെ യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയ്ക്കും പങ്കില്ല. തെളിവ് നശിപ്പിക്കൽ മാത്രമാണ് അയാൾ ചെയ്തത്. അതുകൊണ്ടാണ് അയാൾക്ക് കേവലം 3 വർഷത്തെ തടവ് വിധിച്ചത്. അതും നിയമപരമാണ്. അതേസമയം ഗ്രീഷ്മയ്ക്ക് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷത്തെ തടവുണ്ട്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള മറ്റ് ആസൂത്രണങ്ങൾക്ക് 5 വർഷത്തെ തടവുമുണ്ട്. ഇത് കൂടാതെയാണ് കോടതി കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചത്. ഈ വധശിക്ഷ നൽകിയതിലൂടെ കോടതി പറയാൻ ഉദ്ദേശിക്കുന്നത് അല്പം പോലും ദയ അർഹിക്കുന്നില്ല, ആരും ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നുമുണ്ട്. ഇനി ഇവൾ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിലും പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യവും അർഹിക്കുന്നില്ല. 22-23 വയസ്സ് മാത്രമാണുള്ളത്. എന്നാൽ ചെയ്ത തെറ്റോ? ഒരിക്കലും പ്രായം ഇവിടെ പരിഗണിക്കാനേ പാടില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ ഒരല്പം കൂടെ പ്രായമുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ചെയ്യുമായിരുന്നു. ക്രിമിനൽ മനസ്സാണ്, ഒരു കൊലപാതക മനസ്സാണ്, ക്രിമിനൽ പശ്ചാത്തലം തന്നെയുണ്ട്. കാരണം നേരത്തെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പിന്നീട് 1.5 മാസത്തോളം പുതിയ പദ്ധതികളും ആസൂത്രണങ്ങളും കൊല നടത്തി. അതിനാൽ ഈ കൊല്ലണം എന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു. അതിനായിട്ടുള്ള എല്ലാ ആസൂത്രണങ്ങളും ചെയ്തു. അവസാനം കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം അവൾക്ക് ഉണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയായി തന്നെ കോടതി അവളെ കണ്ടു. ചിന്തിച്ചു നോക്കുക, ഈ ഒരു കൊലപാതകം ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടത് ഒന്നുമല്ല. ആരുടെയും പ്രകോപനത്തിൽ ഉണ്ടായതല്ല, അല്ലെങ്കിൽ മറ്റു യാതൊരു മാർഗമില്ലാതെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തതൊന്നുമല്ല. വളരെ പദ്ധതിയിട്ട് അവൾ ചെയ്തതാണ്. എന്നാൽ അവസാനം വരെയും ഷാരോൺ അവളെ സ്നേഹിച്ചു. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞതേയില്ല. അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാന നിമിഷത്തിൽ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയാണ് കൊന്നത് എന്ന് ഷാരോൺ പറഞ്ഞില്ല. അതൊരു തെളിവല്ല. ഷാരോണിന്റെ മൊഴി അവിടെ നിർണായകവുമല്ല. എങ്കിൽ പോലും അവൻ അങ്ങനൊരു വാക്ക് പോലും മിണ്ടിയില്ല. ചിന്തിച്ചു നോക്കുക, അവൻ എത്രത്തോളം ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്ന്. മരിക്കാൻ പോകുന്ന നിമിഷത്തിലും ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നല്ലൊരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ സാഹചര്യ തെളിവുകൾ ഭംഗിയായി തന്നെ പോലീസ് അന്വേഷിച്ചു. 48 സാഹചര്യ തെളിവുകൾ പോലീസ് ഹാജരാക്കി. ഈ 48 സാഹചര്യ തെളിവുകളും കൊലപാതകത്തിന് തെളിവായി തന്നെ മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഷാരോണിന്റെ നല്ല മനസ്സിനെ ഗ്രീഷ്മ ചൂഷണം ചെയ്യുകയായിരുന്നു ഉണ്ടായത്. പിശാചിന്റെ മനസ്സോടുകൂടി, ദുഷ്ട മനസ്സോടുകൂടി അവളെ കൊലപാതകം ചെയ്തു. അവനെ വിശ്വസിപ്പിച്ച് ആസൂത്രണം ചെയ്ത പദ്ധതി ഒരുക്കി അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചു. സത്യത്തിൽ അവൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. വാവ എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ വാവ എന്നൊക്കെ വിളിച്ചിരുന്ന ചെറുപ്പക്കാരനെ അവൾ ഇഞ്ചിഞ്ചായി തന്നെ കൊന്നു. 10-11 ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ അയാൾ ആശുപത്രിയിൽ വേദന തിന്ന് മരിച്ച്, ആ സമയത്ത് പോലും ഒരു ഫോൺ വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവൻ മരിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഗ്രീഷ്മ. അതേസമയം ഷാരോൺ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ പ്രതിയാക്കാതിരിക്കാൻ ശ്രമിച്ചു. അത്തരം ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഒരു വലിയ വിശ്വാസ വഞ്ചന, വലിയൊരു ക്രൂരതയാണ്, അതിഭയങ്കരമായ കൊലപാതകമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല, ഒരു തരത്തിലുമുള്ള മര്യാദയും അർഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അനുവാദം, അവകാശം ഗ്രീഷ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലുക, ഇതായിരുന്നു കോടതിയുടെ വിധി. ഇത് ഗ്രീഷ്മയെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അവൾ ഞെട്ടിയിട്ടുണ്ടാകും. കാരണം അവൾ ഒട്ടും തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അഭിഭാഷകൻ ഒരിക്കൽ പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകില്ല വധശിക്ഷ ലഭിക്കുമെന്ന്. പ്രതീക്ഷിച്ചത് ജീവപര്യന്തമൊക്കെ ആയിരിക്കാം.
അങ്ങനെ ജീവപര്യന്തം കിട്ടിയാൽ ഒരു 10-12 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാം. അങ്ങനെ ഇറങ്ങിയാൽ ഒരു 35-36 വയസ്സാകും. എന്നിട്ട് പുതിയൊരു ജീവിതം അവിടെ തുടങ്ങാം. കാരണം ഇപ്പോൾ ഒരു 22-23 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 12 വർഷം ജയിലിൽ കിടന്നാലും പുറത്തു വരുന്ന ഗ്രീഷ്മയ്ക്ക് 35-36 വയസ്സായിട്ടുണ്ടാകും. ആ ഒരു വയസ്സിലും മറ്റൊരു സുഖമായ ജീവിതം മറ്റെവിടെയെങ്കിലും പോയി അവൾക്ക് നയിക്കാം. ആ ഒരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചുവെന്നേ വരില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുതിയ ജീവിതം നയിക്കാം എന്നുള്ള ഗ്രീഷ്മയുടെ സ്വപ്നമാണ് കോടതി അവിടെ തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ കോടതി മുറിക്കുള്ളിൽ പോലും അവൾക്ക് യാതൊരുവിധ കുലുക്കവുമില്ല. ചെയ്ത തെറ്റിന് അവൾ പശ്ചാത്തപിച്ചിട്ടുകൂടെയില്ല. അവളുടെ മുഖത്തിന് യാതൊരു ഭാവ വ്യത്യാസവുമില്ല. ഇതാണ് കോടതിയെ വല്ലാതെ ഞെട്ടിപ്പിച്ചത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തൂക്കുകയറാണ്. അതുകൊണ്ട് തന്നെ പരോളിന് പോലും അവൾക്ക് യോഗ്യതയുണ്ടാകില്ല. വലിയ കൊടും കുറ്റവാളികൾക്കൊപ്പം ഗ്രീഷ്മയ്ക്ക് ശിഷ്ടകാലം ജാമ്യമില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരും. പക്ഷേ ഈ വധശിക്ഷ എന്ന വിധി മാത്രമേ വന്നിട്ടുള്ളൂ. അത് നടപ്പിലാക്കാൻ ഇനിയും ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇതിനിടയിൽ അവൾക്ക് അപ്പീലിന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപ്പീലിന് പോയാൽ ഒരുപക്ഷെ ഈ വധശിക്ഷ സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, പരോൾ കിട്ടാനും സാധ്യതയില്ല. കാരണം വധശിക്ഷയാണ്. അത്രത്തോളം ഗൗരവത്തോടുകൂടി തന്നെ ആ ദുഷ്ട സ്ത്രീക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങൾ കേൾക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കോടതി ഷാരോണിന്റെ കുടുംബത്തെ ആ കോടതി മുറിക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി. എന്നിട്ടാണ് ഈ നിർണായക വിധി പ്രഖ്യാപിച്ചത്. അവരുടെ കാതുകൾ കൊണ്ട് അത് കേൾക്കാനായി. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ വന്നാണ് ഇങ്ങനെ ഒരു വിധി നൽകിയത് എന്ന് ഷാരോണിന്റെ അമ്മയും പ്രതികരിച്ചു. എന്നാൽ വലിയ പ്രതികരണം ഒന്നും ഗ്രീഷ്മയിൽ നിന്നുണ്ടായില്ല. പക്ഷെ അവൾ ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ള സത്യമാണ്. ഇനിയും ജീവിതം ബാക്കിയുണ്ടാകും. 10-14 കൊല്ലം ഇരുട്ടറയിൽ താമസിച്ചതിന് ശേഷം നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിച്ച് ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ യാതൊരു പ്രതികരണവും ഇല്ലാതെയൊക്കെ നിൽക്കുന്നത്. കാരണം ഏത് ക്രിമിനലിനെയും സ്വീകരിക്കാൻ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ എന്ന പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കൊലപാതകങ്ങളിൽ ഒന്നായി തന്നെ മാറി. ഇനി അവൾക്ക് മുൻപിൽ ഇരുട്ടിന്റെ ലോകം മാത്രമാണുള്ളത്. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയാൽ അവളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവും നമുക്ക് മുൻപിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരല്പം സന്തോഷം തരുന്ന മറ്റൊരു വാർത്ത കൂടെയുണ്ട്. ആർജേക്കർ മെഡിക്കൽ കോളേജിലെ ലേഡി ഡോക്ടറെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് അല്ല എന്നാണ് കോടതി അവിടെ ചൂണ്ടിക്കാണിച്ചത്. അയാൾക്കും വധശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ദിവസം കേട്ടതിൽ വളരെ നല്ല വാർത്തയായി ഈ 2 വാർത്തയും മാറുമായിരുന്നു. എങ്കിലും ഒരാശ്വാസമുള്ളത് അയാളെ കോടതി വെറുതെ വിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അയാൾക്കൊരു 10-15 വർഷത്തെ ശിക്ഷ കൊടുത്ത് ഒരല്പം പിഴയും കൊടുത്തുകൊണ്ട് അയാളെ വെറുതെ വിട്ടില്ലല്ലോ എന്നൊരാശ്വാസം മാത്രമാണുള്ളത്. ജീവപര്യന്തം അയാൾക്ക് ശിക്ഷ വിധിക്കാൻ കോടതിക്ക് തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാം. ഒരല്പകാലം സ്നേഹിച്ചിട്ട് അവരെ വഞ്ചിച്ചിട്ട് ഒഴിഞ്ഞു മാറാൻ തയ്യാറാകാതെ സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ കൊല്ലാം. വളരെ എളുപ്പത്തിൽ കൊല്ലാം. നിയമത്തിൽ നിന്നും പോലീസിൽ നിന്നും രക്ഷപ്പെടാം, നമുക്ക് ജീവിക്കാം എന്നൊക്കെ വളരെ നിസ്സാരമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കെല്ലാം ഇത് ഒരു പാഠമാണ്. കാരണം അങ്ങനെ കൊലപാതകം ചെയ്താൽ തീർച്ചയായും നമ്മുടെ നിയമത്തിൽ നിന്നും അയാൾ അർഹിക്കുന്ന മാക്സിമം ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കും എന്നൊരു ഭയം ഈ ഒരു കേസിലൂടെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ഈ ഒരു വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.